ബിഗ് ബോസ് മലയാളം സീസൺ 7 അനുമോളുടെ കരച്ചിൽ. അനുമോൾ ഇപ്പം മൂന്നാം തവണയാണ് ഇപ്പം ഇങ്ങനെ കരയുന്നത്. ലാലേട്ടൻ്റെ കൂടെ ആ സ്റ്റേജ് വന്ന സമയത്ത് ലാലേട്ടൻ ചോദിച്ചു, അനുമോൾ ഭയങ്കര കരയുന്ന ടൈപ്പാണല്ലോ, ഇവിടെ വന്നാലും കരയുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അനുമോൾ പറഞ്ഞു, മാക്സിമം ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കും ലാലേട്ട എന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു പകുതി മാത്രമേ ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നുള്ളൂ. ഒരു ചെറിയ സംസാരത്തിൽ തുടങ്ങി പിന്നെ അത് അവസാനിക്കുന്നത് അനുമോളുടെ കരച്ചിലാണ് പോയി അവസാനിക്കുന്നത്. ആദ്യമേ അനുമോൾ കരഞ്ഞത് ഷാനവാസിൻ്റെയും ശരത്തിൻ്റെയും ഒരു പ്രവോക്കും കാര്യങ്ങളൊക്കെ ഡോക്ടറെ പറ്റി പറഞ്ഞു എന്നുള്ള കാര്യങ്ങളെ കൊണ്ട് അവിടെയും പോരുന്ന കരഞ്ഞു. രണ്ടാമത്തെ കരച്ചിൽ ഇന്നലെ ആര്യൻ കദൂരിയ എന്തോ ഒരു കാര്യം പറഞ്ഞെന്നും കരുതി അവിടെയും പോരുന്ന കരഞ്ഞു. മൂന്നാമത്തെ കരച്ചിൽ ഇന്നലെ ജയിലിനകത്ത് വെച്ച് നമ്മുടെ അനീഷ് എന്തോ ഒരു കാര്യം പറഞ്ഞ് പ്രകോപിപ്പിച്ചു, അല്ലെങ്കിൽ എന്നെ അങ്ങനെ പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെയും കരഞ്ഞു. ഇത് അനുമോളെപ്പറ്റി പൊതുവേ ഒരു ടോക്കുണ്ട്, അനുമോൾ ചെറിയ കാര്യമൊന്നും തന്നെ അങ്ങ് വല്ലാണ്ട് കരയും, അപ്സെറ്റാകും എന്നൊക്കെയാണ് പൊതുവേ ഒരു സംസാരവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അത് അനുമോൾക്ക് നന്നായിട്ട് അറിയാം, പ്രേക്ഷകർക്കും അറിയാം. ഇതൊരു ബിഗ് ബോസ് ഷോയാണ്, അതിജീവനത്തിൻ്റെ ഷോയാണ്. ഓരോ ദിവസം ടഫ് ചെയ്ത് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈ ഷോ തന്നെ ഇപ്പം ആകെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റി ഷോയും വേറെ ഒരു രീതിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുമോൾ ഒരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അനുമോളിപ്പോൾ ഇത് കാണാൻ വേണ്ടി പോകില്ല, എന്നാലും അനുമോൾ അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, അനുമോൾ ആ വീട്ടിൽ ഏറ്റവും ചെയ്യേണ്ട കാര്യം എന്ത് കാര്യങ്ങളെയും നല്ല ബോൾഡായിട്ട് ഫേസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എന്തോ വന്നോട്ടെ, എന്തോ കരയരുത്, കരഞ്ഞ് പോകും, സ്വാഭാവികം. അത് നമ്മൾക്കെതിരെ കഠിനമായ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ ഹൗസ് മേറ്റ്സ് എല്ലാവരും നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകുന്ന കാര്യങ്ങൾ അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. അതല്ലാതെ ഒരാളൊരു കാര്യം പറയുമ്പോഴോ രണ്ടുപേര് പറയുമ്പോഴോ ഒന്നും കാരണമൊന്നുമില്ല അവിടെ പോയിരിക്കേണ്ട, നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. ഇതാണ് ഈ ഗെയിമിൻ്റെ ഒരു രീതിയും. അതാണ് അനുമോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു വലിയ ആരോപണം പോലില്ല, ചെറിയ എന്തോ ഒരു ആരോപണം വന്ന സമയത്തിന് ഇത്രയേറെ അങ്ങ് കിടന്ന് കരയുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നതൊക്കെ അത് വളരെ മോശമായ കാര്യമാണ്. അപ്പം അതുകൊണ്ട് ഈ ഒരു ഗെയിമിൽ തന്നെ നമുക്ക് എന്താണ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തി വോട്ട് മേടിക്കുക, അവരുടെ ഒരു ഹീറോയിനായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കുക, അവരുടെ സപ്പോർട്ട് സമ്പാദിക്കുക എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് പൊതുവെ നമ്മൾ ചെയ്യേണ്ട കാര്യം. അനുമോൾ ആ ഒരു രീതിക്ക് ഗെയിം മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ അനുമോളുടെ മുന്നിട്ടുള്ള പോക്കിന് തന്നെ വലിയ ഒരു ആപത്തായി മാറാൻ ചാൻസ് ഉണ്ട് അതാണ് കാര്യം. ഈ ഒരു കരച്ചിൽ എന്ന് പറയുന്നത് അത് അവിടെ ബിഗ് ബോസ് ഹൗസിൽ വന്ന സ്വാഭാവികമായിട്ടും ഒരാൾ കരയാത്തട്ടെ എന്നായിരിക്കും. ചിലപ്പോൾ അവരുടെ ഫാമിലിയെ ഓർത്തായിരിക്കാം, ഇല്ലെങ്കിൽ ആ വീട്ടിൽ നിന്നുള്ളൊരു പ്രഷർ കാരണം ഓർത്തായിരിക്കാം, ഒറ്റപ്പെടുത്തുന്ന ഒരു കാര്യങ്ങളൊക്കെ കടിഞ്ഞു മാകുമ്പോഴായിരിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇത് ആരോപണങ്ങൾ വരുമ്പം അനുമോൾ മാക്സിമം ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ഇവിടെ അനുമോൾ ചെയ്യേണ്ട കാര്യം. ഇപ്പോൾ ആരും എന്തോ പറയട്ടെ, ഇപ്പം ആര്യനായിരുന്നാലും ഷാനു ആയിരുന്നാലും ശരത്തായിരുന്നാലും ഇനി അനീഷായിരുന്നാലും ആരായിരുന്നാലും എന്തെങ്കിലും ആരോപണങ്ങൾ പറയുമ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഗെയിം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ട്, നല്ല സപ്പോർട്ടും കാരണമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ അൺഒഫീഷ്യൽ ഓട്ടിൻ്റെ കാര്യങ്ങൾ തന്നെ അനുമോളാണ് ഇപ്പോൾ നമ്പർ 1 എന്നൊക്കെയാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അനുമോൾക്ക് നല്ല ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട്. അത് അനുമോൾ ഇപ്പം നന്നായിട്ട് ഗെയിം കളിച്ച് ഇനി ഒരു കാര്യങ്ങൾ കൂടി വരും. പിന്നെ ഇന്നലത്തെ എപ്പിസോഡിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് എടുത്ത അനുമോൾ തന്നെയാണ്. ഒരു 3/4 ഭാഗത്തോളം അനുമോൾ നന്നായിട്ട് നല്ലൊരു സ്ക്രീൻ സ്പേസ് എടുക്കാൻ വേണ്ടി പറ്റി. അതിപ്പം ജയിലായിക്കോട്ടെ, നോമിനേഷൻസ് ആയിക്കോട്ടെ, അല്ലാത്ത ആ ഒരു ഫൈറ്റോ കാര്യമായിക്കോട്ടെ, അനുമോളുടെ ഒരു നല്ല ഒരു ഇപ്പം സ്ക്രീൻ സ്പേസ് കാണാൻ വേണ്ടി പറ്റി. നന്നായിട്ട് അനുമോൾ ഗെയിം കളിക്കുന്നുണ്ട്. അനുമോളിപ്പം ഒരു മൂലയിൽ പോയി അടങ്ങി ഒതുങ്ങിയിരുന്ന ടൈപ്പോ കാര്യങ്ങളൊന്നുമില്ല. അനുമോൾ നല്ല ബോൾഡായിട്ട് അനുമോൾ ഗെയിം കളിക്കുന്നുണ്ട്. പക്ഷേ കരച്ചിലൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക, അത് കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു അഭിപ്രായങ്ങൾ പറയാനും എതിർപ്പ് വരുമ്പോഴും അതിന് തക്കതായ മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ന്യായമായ മറുപടി കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ വേണം അനുമോൾ ഗെയിം കളിക്കേണ്ടത്. അതല്ലാതെ ഒരു കാര്യം പറയുമ്പോഴേ അങ്ങ് വല്ലാണ്ടങ്ങ് ഫീൽ ആവുക, അല്ലെങ്കിൽ അപ്സെറ്റ് ആവുക, ഡൗൺ ആവുക എന്നുള്ള ഒരു മൈൻഡ് സെറ്റും കാര്യങ്ങൾ വെച്ച് ഗെയിം കളിക്കാനാണ് തുടങ്ങുന്നതെങ്കിൽ സപ്പോർട്ട് കുറയുന്ന മാത്രമല്ല, പിന്നെ ഗെയിമിലേക്ക് പോലും ഫോക്കസ് ചെയ്യാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ വരുന്ന കാര്യം തന്നെയാണ് എനിക്ക് പറയേണ്ട കാര്യം. അനുമോൾക്ക് നല്ല സപ്പോർട്ടുണ്ട്, നല്ല ഗെയിം പ്ലേ ആണ്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. പക്ഷേ അഭിപ്രായങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴേ ഒരു അങ്ങ് ഡൗൺ ആയി പോണതും കരയുന്നതും പറയുന്ന കാര്യങ്ങൾ പോലും പോയിൻ്റ് ആണെങ്കിൽ പോലും ആ ഒരു ഉറച്ച മനസ്സോട് കൂടി നിൽക്കാൻ വേണ്ടി പറ്റാത്ത ഒരു രീതിയാണ് അനുമോളുടെ ഏറ്റവും വലിയ പ്രശ്നം. പെട്ടെന്ന് കരയുന്നു എന്നുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച്
ഇതൊക്കെ ഒന്ന് നിയന്ത്രിക്കുമെങ്കിൽ അനിമോളുടെ ഗെയിമും ബെറ്ററായി വരുന്ന കാര്യം മാത്രമേ പറയാനുള്ളൂ. ഇതാണ് അനിമോളുടെ കരച്ചിൽ കാലത്തിനെ പറ്റി എനിക്ക് പറഞ്ഞ കാര്യം ഇത്രയുള്ളൂ പറയാനായിട്ട്.